അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എട്ടിസിറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വലത് കയ്യിലും ഇടത് കയ്യിലും ഇരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയണം. ഇത് നമ്മുടെ സാധാരണ ഫ്രൂട്ട്സ് പെട്ടിയാണ്, മുന്തിരികൾ കൊണ്ടുവരുന്ന പെട്ടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെട്ടി വെച്ച് നമ്മളൊരു പരിപാടി ചെയ്യാൻ പോകണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടി വെച്ചിട്ടൊരു പരിപാടി ചെയ്യാൻ പോകണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ചാക്ക് നിറയ്ക്കാൻ പോകണം. ചാക്ക് എന്തിനാണ് നിറയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കടയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ കൂടെ കാണിച്ചു തരാതെ. ഇതേപോലത്തെ കൂടെയാണ് നമ്മൾ കട തുടങ്ങിയ സമയത്ത് മേടിച്ചാണ് കൂട. അതുമാത്രമല്ല നമ്മൾ ഇഞ്ചി കച്ചവടം ചെയ്യുന്ന സമയത്ത്, ഇഞ്ചി കൃഷി ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ കൂടകൾ ഇഷ്ടംപോലെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂടകളൊക്കെ നമ്മളെടുത്ത് കടയ്ക്ക് അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് വെയിറ്റ് കൂടുതൽ, അല്ലെങ്കിൽ അച്ഛന് ബുദ്ധിമുട്ട് സാധനങ്ങൾ എടുത്ത് വെക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പരിപാടി നമ്മൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്ടികളിൽ മൊത്തം നമ്മൾ നിറയ്ക്കാൻ പോകണം. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നിറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ കാലിച്ചാക്കുകളുണ്ട്, വഞ്ചിച്ചാക്ക്, കിഴങ്ങ് ചാക്ക്, അതുപോലെ പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് വെച്ച് നിറയ്ക്കാൻ പോകണം. ഞാൻ നമ്മുടെ ഏട്ടൻ പാട്ട് ക്ലാസ്സിന് പോയി ആപ്പ് നോക്കിയിട്ട് നമ്മൾ കുറേ പെട്ടികളൊക്കെ നിറച്ച് വെച്ചു. എന്നാൽ അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ശരി, നമുക്ക് നമ്മുടെ പെട്ടി നിറയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നമുക്ക് എല്ലാവരും ഒന്ന് കാണിക്കാം. എല്ലാവരും നിങ്ങളും കണ്ടോ എന്താ കാര്യം ചോദിച്ചാൽ ഞങ്ങൾ കാണിക്കുന്ന ഉടായ്പൊക്കെ നിങ്ങൾ പറയണ്ടേ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ എന്നുള്ളൊരു ധാരണയിൽ എനിക്ക് മൈൻഡിന് പെട്ടെന്ന് തോന്നിയത്. അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ വീഡിയോ എടുത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സിറ്റി അല്ല, അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ നിറച്ച് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ അവിടുത്തെ കടയിലേക്ക് കൊണ്ടുപോകാം. ആവശ്യമിരിക്കുകയാണ് ഞാൻ എൻ്റെ സംസാരം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കടയിൽ കൊണ്ടുപോകാം. നാളെ തിങ്കളാഴ്ചയല്ലേ, പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഫ്രഷായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെറ്റ് ചെയ്യണതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ നിറയ്ക്കാൻ പോകണം. ഓക്കെ. അപ്പോൾ ചേട്ടായി വരെ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന പെട്ടികളാണ് കേട്ടോ. ഇത് ഞാൻ ഗ്യാപ്പ് നോക്കി പെട്ടി നിറച്ച് വെച്ചാൽ എത്ര ഉണ്ട്? 3 5 7 9 10 11 12 13 14 15 16 17 വെട്ടിയിട്ടാ. അപ്പോൾ ഇനി കുറച്ചും കൂടി നിറയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്ര എണ്ണം വേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല, നോക്കട്ടെ. പെട്ടികൾ 10 17 18 19 നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നിറയ്ക്കാൻ പോവാണ്. പക്ഷെ നമുക്ക് ചാക്കുകളൊക്കെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, ചാക്കിന് പൈസ പോകും. ചാക്കൊക്കെ 20 റുപ്യാണ് ഇപ്പോൾ ചാക്ക്, കിഴങ്ങ് ചാക്കൊക്കെ കിട്ടുന്നത്. ചാക്ക് നോക്കിയാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ നിറച്ച് കൊണ്ടിരിക്കും, കടപടപടാ നിറച്ച് നമ്മൾ സെറ്റാക്കിയിട്ടേ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളല്ലേ വലുത്. ഓ ഇതിൽ ഇടയിൽ കൂടെ ഒരു ഓട്ടച്ചാക്ക് കാണുന്ന നോക്കിയാൽ നല്ല അടിപൊളി ഓട്ടച്ചാക്ക് എന്തെങ്കിലും ആണ്. വേറൊരു കാര്യം പറയട്ടെ ടൈമരെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഈ നൂൽച്ചാക്ക് അടിയിൽ ഇടുന്നതൊക്കെ ഓക്കെ. നൂൽച്ചാക്ക് തലയിലോ ചമ്മച്ചി ഞാൻ ഒരു പേടി എന്തോ ഒരു പേടി പഠിച്ചു. അപ്പോൾ നൂൽച്ചാക്ക് ഇടുന്നതൊക്കെ ഓക്കെ. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നൂൽച്ചാക്ക് ഇട്ടിട്ട് നമ്മൾ മഴ കൊള്ളിക്കാൻ പാടില്ല കേട്ടോ. മഴ കൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് പാണ്ടം പണിയാവും. എന്താ വെച്ചാൽ മൊത്തം വെള്ളം കുടിച്ച് ഈർപ്പോയി നിൽക്കും. പിന്നെ നമ്മൾ സാധനം വെക്കുന്നത് വെയിറ്റും വരും, ഇതിലും നല്ല വെയിറ്റ് വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് മഴ വെള്ളത്തോടെ തന്നെ വെക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യണമെങ്കിലും അങ്ങനെ വെക്കണം. പ്ലാസ്റ്റിക് ചാക്ക് മാത്രമാണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. നമ്മൾ പ്ലാസ്റ്റിക് ചാക്ക് ഇട്ടെങ്കിൽ എത്ര ചാക്ക് നിറയില്ല. അപ്പോൾ ഒന്നും കൂടി വെക്കട്ടെ, നല്ല അടിപൊളി സെറ്റായിട്ട്. ഇവിടെ വാടാൻ മോനെ. ഇനിയും പെട്ടികൾ നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ പെട്ടികളുണ്ടെങ്കിൽ അതൊക്കെ എടുക്കണമെങ്കിൽ പണിയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടികൾ ഇഷ്ടംപോലെ പെട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കയറ്റി വെക്കാം, വണ്ടി കയറ്റാൻ പോകണം. എന്താ പറയുക, അപ്പോൾ കട അടച്ച് പോകുമ്പോൾ നമുക്ക് വേഗം എടുത്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ വേഗം വണ്ടി കയറ്റാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റാനുള്ള പരിപാടിയാണ്. അയ്യോ വണ്ടിയുടെ കോലം കണ്ടിട്ടേ അന്തമില്ലാണ്ടിരിക്കുന്നു. പെട്ടിക്കുട്ടന്മാരെ ഏകദേശം നമ്മൾ കയറ്റി, പെട്ടികളൊക്കെ നമ്മൾ വണ്ടി കയറ്റി കഴിഞ്ഞു. 10-20 പെട്ടി മേലെയുണ്ട്. 20 അല്ല 22 പെട്ടികളുണ്ട്.
അപ്പോൾ നമ്മളിത് കൊണ്ട് കടയിൽ പോകാം. കടയിൽ പോയിട്ട് അവിടെ എങ്ങനെ വെക്കുന്നത് സെറ്റിങ്സ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ചേട്ടായിമാരെ നമ്മുടെ പെട്ടി വന്നിട്ട് നമ്മൾ കടയിലിറക്കാൻ പോകണേ. ഇവിടെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെട്ടി നമ്മൾ ചേട്ടായിമാരെ രാവിലെ എണീച്ച് നമ്മുടെ ഇന്നലെ നിറച്ച പെട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഒക്കെ നമ്മൾ വയ്ക്കാൻ പോകുന്നത് സാധനങ്ങളൊക്കെ വെക്കുന്നത് എങ്ങനെ വെക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ പരിപാടിയല്ലേ, ആൾക്കാർ നമ്മളെന്താ ഫോട്ടോ എടുക്കണമെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സവോള ഈ ഉടായ്പ പരിപാടി നല്ല കാറ്റില്ലേ. നമ്മൾ ഉള്ളി കാര്യങ്ങൾ